തിരുവനന്തപുരത്തെ 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയ പോലീസ് സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചന. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുകയാണ്. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നതിനൊപ്പം നിർണായകമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു ഇപ്പോൾ? DCP അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രേഖാചിത്രം എന്ന് പറയുന്ന അത്തരത്തിലൊരു വാർത്ത അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് പുറത്തുവിടാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു DCPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ കുട്ടിയെ കൊണ്ടുപോകുന്നതല്ല എന്നാണ് DCPയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മറ്റു കുറച്ച് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ബിൽഡിംഗിൽ ഒരു CCTV ഉണ്ട്. ആ CCTVയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുതിയ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് DCPയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. രേഖാചിത്രം എന്ന സാധ്യത അല്ലെങ്കിൽ ആ രേഖാചിത്രത്തിലേക്കുള്ള ഒരു സാധ്യത തള്ളിക്കളയുകയാണ്. അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ മൊഴി വെച്ചുകൊണ്ട് മാത്രം രേഖാചിത്രം എന്ന് പറയുന്ന ഒരു തെളിവിലേക്ക് പോകാൻ സാധിക്കില്ല എന്നും DCP പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു കണ്ടെത്തലെത്തിയിട്ടുള്ളത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായി താമസിച്ചിരിക്കുന്നത്, അതായത് ഈ അതായത് ഈ ഓൾ സയൻസ് കോളേജിന് സമീപമുള്ള ആ ഗ്രൗണ്ടിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ പാരലായിട്ട് സമാന്തരമായിട്ടൊരു ഓട പോകുന്നുണ്ട്. ആ ഓടയ്ക്ക് സമീപമുള്ള കാട് വഴി കുട്ടിയും കുടുംബവും ദിവസവും ഈ അറപ്പുരക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിക്കാൻ വരും. അപ്പോൾ എന്നും വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുട്ടി അത്തരത്തിൽ അവിടെ നിന്നും, അതായത് ഈ മാതാപിതാക്കളോടൊപ്പം താമസിച്ച സ്ഥലത്ത് നിന്നും കുട്ടി ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ ഒന്നൊരു ഭാഗം അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ട്, അല്ലെങ്കിൽ അറിയാവുന്ന കുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലും എടുത്തോണ്ട് പോയതിനു ശേഷം കുട്ടിയെ ഇത്തരത്തിൽ ഉപേക്ഷിച്ചതാണോ എന്നൊരു വാദവും ഇപ്പോൾ ആദ്യത്തെ സംശയമാണെങ്കിൽ ഈ കുഞ്ഞ് 2 വയസ്സുള്ള കുഞ്ഞാണ്. ഈ 2 വയസ്സുള്ള കുഞ്ഞ് ഈ രാത്രി എങ്ങനെ അവിടെ എത്തി എന്നതും, ഒപ്പം ഇത്രത്തോളം തിരച്ചിൽ നടത്തുമ്പോൾ ഈ കുഞ്ഞ് എവിടെയായിരുന്നു എന്ന ചോദ്യവും അവശേഷിക്കുകയല്ലേ. ഒപ്പം രണ്ടാമത്തെ ഒരു സംശയത്തിന് തന്നെയാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖാചിത്രവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പരിശോധനകളുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആദ്യത്തെ ഒരു സാധ്യത തള്ളിക്കളയാതെയാണ് DCPയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടിയുടെ കുടുംബത്തെ ഏറ്റവും അടുത്തറിയാവുന്നവരായിരിക്കണം കുട്ടീനെ ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഈ പോലീസ് വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. അതായത് ഈ കുട്ടി താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും കുട്ടിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുന്നു. ആ സമയത്ത് തന്നെ പോലീസ് ഈ മേഖലകളിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കുട്ടിയെ കിട്ടിയ ഓടയുടെ ഭാഗത്തൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് കുട്ടിയെ കണ്ടില്ല. പിന്നീട് ഇരുട്ടായപ്പോൾ, അതായത് പകല് മാറി ഇരുട്ട് വന്നപ്പോഴാണ് കുട്ടി ആ മേഖല വന്നത്. ഈ SCPയുടെ പ്രതികരണത്തിന് ശേഷം ഈ പ്രദേശവാസികൾ നമ്മുടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇവർ 5:30-ക്കും 6 മണിക്കും ഇടയിൽ ഇവർ ഈ മേഖലയിൽ വരുമ്പോൾ കുറെ പരിചയമില്ലാത്ത കുറെ അന്യഭാഷാ കുട്ടികൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇവിടെ ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരിക്കണം. ആ കുട്ടികൾ പോയി അറിയിച്ചതിന് ശേഷമായിരിക്കാം ഇത്തരത്തിലൊരു കുട്ടിയെ ഇവിടെ കൊണ്ടിട്ടത് എന്നൊരു സാധ്യതയും പ്രദേശവാസികൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പോലീസിനോട് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫോറൻസിക് രേഖ അല്ലെങ്കിൽ ഫോറൻസിക് ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. നേരത്തെ കിട്ടിയ CCTV ദൃശ്യങ്ങളിലുള്ളത് ഈ കുട്ടി എടുത്തുകൊണ്ട് പോയ ആളല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ തെളിവുകൾക്കായി കൂടുതൽ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ കണ്ടെത്തിയ സ്കൂട്ടറിൽ പോകുന്നു എന്ന് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളും ഈ തെളിവുകൾക്ക് ആധാരമായി എടുക്കാൻ സാധിക്കില്ല എന്ന DCPയുടെ ഭാഗത്തു നിന്നും പ്രതികരണം. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടിയെ അവിടെ കൊണ്ടിട്ടതാണോ എന്നതിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുട്ടിയുടെ മാനസികമായിട്ട് പക്ഷേ കുട്ടിയെ മാനസികമായിട്ടുള്ള ചികിത്സ നൽകിയ ശേഷം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലുകൾ നൽകിയ ശേഷം കുട്ടിയുമായി കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. അല്ലെങ്കിൽ കുട്ടിയുമായി കൂടുതൽ സംസാരിക്കണം. കുട്ടിയുമായി കൂടുതൽ സംസാരിച്ച ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് ഒരു ലീഡ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും ഈ മേഖലയിൽ എത്തിയ ഫോറൻസിക് വിദഗ്ധർ ഇവിടുത്തെ സാമ്പിളുകൾ ശേഖരിച്ചിട്ട് നമുക്കറിയാം റെയിൽവേക്ക് സമാന്തരമായി
ശ്രമകരമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ കൂടുതൽ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്ന അല്ലെങ്കിൽ വേസ്റ്റ് എല്ലാം പോലെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ബയോ വേസ്റ്റുകളുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ രേഖാചിത്രത്തെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ രേഖാചിത്രങ്ങൾ വരച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കുട്ടിയോട് കൂടി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. എന്തായാലും ഈ കുട്ടിയെ ഉപേക്ഷിച്ച തന്നെ കുഞ്ഞിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ലഭിച്ചത് വലിയ ആശ്വാസമാണെങ്കിലും ഇപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ആരാണ്, എവിടെയാണ്, എന്തിനാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ കുഞ്ഞ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.